ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന സ്കൂൾ ടീമുകളുടെ 63ാമത് സുബ്രതോ മുഖർജി സംസ്ഥാന ഫുട്ബോൾ ടൂർണമെന്റിൽ എറണാകുളം, കോഴിക്കോട്, മലപ്പുറം ജില്ലകൾ ജേതാക്കളായി. വൈകിട്ട് നടന്ന സമ്മാനദാന ചടങ്ങ് കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. 17 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എറണാകുളം ജില്ല ജേതാക്കളായി. ഫൈനലിൽ നിലവിലെ ജേതാക്കളായ കണ്ണൂരിനെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചാണ് വിജയം സ്വന്തമാക്കിയത്. എറണാകുളം SRV ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് എറണാകുളത്തിനു വേണ്ടി കളത്തിലിറങ്ങിയത്. തിരുവനന്തപുരം 3ാം സ്ഥാനവും നേടി. 17 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോട് ജില്ല ജേതാക്കളായി. നിലവിലുള്ള ജേതാക്കളായ മലപ്പുറത്തെ ടൈ ബ്രേക്കറിൽ 5-4 പരാജയപ്പെടുത്തിയത്. നിശ്ചിത സമയത്ത് ഇരുകൂട്ടരും ഗോളടിച്ചില്ല. ഫറൂഖ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കോഴിക്കോടിനായി വിജയിച്ചത്. എറണാകുളം ജില്ല 3ാം സ്ഥാനവും നേടി. 15 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മലപ്പുറം ജില്ല ജേതാക്കളായി. തിരുവനന്തപുരം ജില്ലയെ എതിരില്ലാത്ത 2 ഗോളിനാണ് ഇവർ പരാജയപ്പെടുത്തിയത്. ചേലേമ്പ്ര NMMS HSS ടീമാണ് മലപ്പുറത്തിനായി കപ്പ് നിലനിർത്തിയത്. കാസർഗോഡ് 3ാം സ്ഥാനവും നേടി. 17 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുവനന്തപുരത്തെ മീനാക്ഷി മികച്ച കളിക്കാരിയായും എറണാകുളത്തെ മരിയാലീമ ഏറ്റവും നല്ല ഗോളിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. എറണാകുളത്തിന്റെ അന്ന സുദർശൻ കൂടുതൽ ഗോളടിച്ച താരമായി. 17 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ MSP HSS മലപ്പുറത്തിന്റെ ഹാഷ്മീൻ മികച്ച കളിക്കാരനും പത്തനംതിട്ട റാന്നി MSHSസിലെ ആൽഫിൻ ഷാജി മികച്ച ഗോളിയുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. കോതമംഗലം മാർബേസി സ്കൂളിലെ KS അൽസാബിദ് 6 ഗോളുകളോടെ ടോപ്പ് സ്കോററായി. 15 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുവനന്തപുരം കണിയാമ്പുരം സെന്റ് VHSSസിലെ റീമ മികച്ച താരമായും തൃശൂരിലെ അലൻ അമൃതരാജ് മികച്ച ഗോളിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. കാസർഗോഡിന്റെ മുഹമ്മദ് റെയ്ഹാൻ ടോപ്പ് സ്കോററായി. വൈകിട്ട് നടന്ന സമ്മാനദാന ചടങ്ങ് കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ചികിത്സയ്ക്ക്, ജീവിതശൈലി രോഗങ്ങൾക്ക് ചിലവഴിക്കുന്ന സംഖ്യയുടെ ചെറുതല്ലാത്ത ഒരു ശതമാനം കായിക രംഗത്തേക്ക് മാറ്റി വെച്ചാൽ നമ്മുടെ നാട്ടിൽ കൂടുതൽ ആരോഗ്യത്തോടെ കൂടുതൽ കാലം മനുഷ്യർ ജീവിക്കുന്ന കൂടുതൽ നല്ല നാടായി നമ്മുടെ നാട് മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എങ്കിലും നല്ല നിലയിൽ ഈ പരിപാടിയുടെ നടത്താൻ നമ്മളിവിടെ പറഞ്ഞപ്പോൾ ഒന്നാമത് നല്ല ഭക്ഷണം കൊടുക്കണം. നേരത്തെ നല്ല ഭക്ഷണം കിട്ടിയിട്ടാണ്. കഴിഞ്ഞ സുബ്രതോ കപ്പിന്റെ സമയത്ത് ഒഫീഷ്യൽസിനും ബന്ധപ്പെട്ടവർക്കും കുട്ടികൾക്കും ഒക്കെ നല്ല ഭക്ഷണം ശ്രീകൃഷ്ണർക്ക് കിട്ടി. ആ കാര്യം കൂടിയാണ് ഇങ്ങോട്ട് വരാനുള്ള ഒരു പരിഗണന അവർക്ക്. ഇത്തവണയും അതിൽ മോശമൊന്നും വന്നിട്ടില്ല. ഞാൻ ഉച്ചയ്ക്ക് വന്നേക്കാണ്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ സമയം ഇവിടെ ഇരുന്ന് കളിയൊക്കെ കണ്ടപ്പോൾ ചോദിച്ചു ഉച്ച സമയത്ത് ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു നല്ല ഭക്ഷണം. നമ്മുടെ രാഗത്തിലെ ദിലീപൊക്കെ മുൻകൈയെടുത്താൻ അത്തരത്തിൽ നല്ല മഴയത്തും ഒട്ടേറെ പരിമിതികൾക്ക് നടുവിലും നല്ല നിലയിൽ ഈ പ്രവർത്തനം ഏറ്റെടുക്കാൻ എല്ലാവരുടെയും നല്ല പിന്തുണ ഉണ്ടായിട്ടുണ്ട്. നാടിന്റെ നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട്. ആ പിന്തുണ, ആ സഹകരണം, നാട് കാണിക്കുന്ന ഈ ആതിഥേയ മനോഭാവം ഇനിയും നമുക്ക് വരുന്ന വ്യത്യസ്തങ്ങളായ ചാമ്പ്യൻഷിപ്പുകളോടും കാണിക്കാനാകണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് പി മമ്മിക്കുട്ടി MLA ട്രോഫികൾ സമ്മാനിച്ചു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S ഷാനവാസ് അധ്യക്ഷനായി. കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും ഇന്ത്യൻ ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റനുമായ U ഷറഫ് അലി മുഖ്യാതിഥിയായി. ഫുട്ബോൾ താരം ജിസ്മ മാത്യു സക്രിയയെ ചടങ്ങിൽ ആദരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ A അബൂബക്കർ, സ്പോർട്സ് ഓർഗനൈസർ ഡോക്ടർ CS പ്രദീപ്, ജില്ലാ പഞ്ചായത്ത് അംഗം K ശ്രീധരൻ, ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സുകുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M സൈദാലി തുടങ്ങിയവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം.